എത്ര പൗണ്ടിനാ നിങ്ങൾ കഴിക്കുന്നത്? 4 പൗണ്ടിന് പോയി വണ്ടി കഴിക്കുന്നത് കുറ്റം പറയുന്ന. ഇനി വണ്ടി ഓടിക്കാൻ പോകുന്ന അമൃതയാണ്. എല്ലാരും മുറുകെ പിടിച്ചിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ടിരിക്കുക. ഗൈസ്, നമ്മൾ ഇന്നൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകണം കേട്ടോ. യു കെയിൽ എവിടെയാണ്? വാർവിക്ക്ഷയർ അല്ലേ? വാർവിക്ക്ഷയർ എന്ന് പറഞ്ഞ സ്ഥലത്തെ തുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോകണേ. ആക്ച്വലി ഒരു 1-2 ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നാണ് ഒരു സമയം കിട്ടിയത്. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ക്ലൗഡിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ചിലപ്പോൾ വെയിലൊക്കെ ആയിരിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി കയറാം. അവിടെ നിന്ന് അമൃത എന്തൊക്കെയോ കാണിക്കുന്നു ഗൈസ്. ഇത് അമൃതയും ചേട്ടനും നമ്മളെ ഫോളോ ചെയ്ത് വരും. നമ്മൾ ഫ്രണ്ടേ പോകും. ഓക്കെ ഓക്കെ, സെറ്റ് ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആണ്. എല്ലാരും ഒക്കെ പോയി കഴിഞ്ഞു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ, എന്റെ വാളിലുള്ള ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു. നമ്മളാന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് പോകുന്നേടി. എനിവേ, ഇത് മെയ് 9-ാം തീയതി വരെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ ഒരു തുലിപ്പ്. ഗൈസ്, ആദ്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഈ തുലിപ്പ് എന്ന് പറയുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഈ തുലിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലവർ ആയിരുന്നു. ഡു യു നോ ദാറ്റ്? ഇവിടെ വന്ന് എല്ലാരും ഒക്കെ ഇങ്ങനെ തുലിപ്പ് ഗാർഡനിൽ പോവാന്നൊക്കെ പറയുമ്പോഴാട്ടോ നമ്മൾ പറയുന്നേ, ഇങ്ങനെ ഒരു ഫ്ലവർ, അതിന്റെ ഒരു ഗാർഡൻ തന്നെ ഇവിടെ ഉണ്ടെന്നൊക്കെ. ഒരുപാട് ആക്ച്വലി പോകാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് യു കെയില്. എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പോവാട്ടോ. ഓക്കെ, അപ്പൊ തുലിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് അത്. ഇങ്ങനെ ഒരു പല പല കളറിൽ ഒരു വലിയൊരു ഏരിയ മുഴുവനും നല്ലൊരു ഗാർഡൻ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരുപാട് ആളുകൾ പോയിട്ട് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട്, റീലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കും പ്ലാനൊക്കെ ഉണ്ട്, കുറെ വീഡിയോ എടുക്കണം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോണത്. ഒരു വണ്ടിയില് ഞാന്, ചേട്ടായി, ആൻമേരി, പിന്നെ അല്ലൂസ്. ഒരു വണ്ടിയില് അമൃതയും ചേട്ടനും വരുന്നുണ്ട് കേട്ടോ. അവര് നമ്മുടെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ഗൈസ്, കുറച്ച് ആയിട്ടിരിക്കുന്നു കേട്ടോ. കാരണം ക്ലൈമറ്റ് നല്ല ക്ലൗഡി ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നല്ല വെയിൽ വന്നു. കണ്ടാലും മോത്തേക്ക് വെയിലടിച്ചോ. ഗൈസ്, നമ്മൾ തുലിപ്പ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അമൃതയും ചേട്ടനും അവരും എത്തിട്ടോ. അവര് നമ്മുടെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പതുക്കെ, എൻ്റെ മൈക്കൊണ്ടല്ലേ, നമ്മൾ പതുക്കെ അങ്ങോട്ട് പോകാണ്ട് കേട്ടോ. കാലാവസ്ഥ ഏകദേശം പ്രതികൂലമായിട്ട് വരുന്നുണ്ട്. നോക്കിക്കേടി നല്ല രസമില്ലായിരുന്നോ? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെറിയൊരു അവിടെ മഴക്കാറ്, പക്ഷെ അത് പെയ്യില്ല. ചെറിയ വെയിലൊക്കെ എത്തിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. അമൃത വരൂ. അമൃതനെ നോക്കിയേ, അമൃത ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ വരുന്നത്. ഗൈസ് കണ്ടോ, അമൃത ബാഗ്, കുട്ടി ബാഗ്, തൊപ്പി. എന്താടി ഇത്? സ്റ്റൈലിടാ. ഇതൊന്നും തരുമോ തൊപ്പി? എന്റെ തൊപ്പി ഒന്ന് നോക്കട്ടെ. 2 പേർക്കും തൊപ്പിയുണ്ട്, എനിക്കും അത്രയും തൊപ്പിയില്ല. എത്തിട്ടാ, വാ. ഇങ്ങനൊരു സീലൊക്കെ അവർ അടിച്ചു തന്നു കേട്ടോ. അതായത് നമുക്ക് ഗാർഡനിൽ വന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഹായ് പോണെങ്കിൽ ഹലോ, താങ്ക് യു, ഐ ആം ജസ്റ്റ് വ്ലോഗിങ്. Just so you know, the toilets just to the left of that little red building. All right. All right. Yeah, and thank you so much. Thank you. എന്ത് പടി പോക്കെന്താണ് നടക്കുന്നത്? അമൃത, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ട്രിപ്പല്ല പറയാൻ പറ്റുന്നില്ല. സത്യം. ഫുള്ളും ഈ പൂക്കളാണ്. നോക്കിയാൽ നല്ല രസമില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഗൈസ്, ഈ തുലിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു പൂക്കളിലെ അത് ഈ വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് സ്പ്രിംഗ് സീസണൊക്കെ വരുമ്പോഴത്തേനും പേടിയാണല്ലേ. ഇവിടെ നല്ല അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നടക്കുന്നത്. അങ്ങനെ എന്താ പറയുക, സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേനും ഇതിങ്ങനെ അടിപൊളിയായിട്ട് നല്ല പോലെ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ വലിയൊരു സ്പേസിൽ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്
ബാഗ് ഞങ്ങൾ അങ്ങനെ അകലെ നമ്മൾ വരുന്നെടുത്ത് അവിടെ ചെറിയൊരു പൂവിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ വെച്ച് ഫോട്ടോ എല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോന്നു. ബാഗ് എടുക്കാൻ മറന്നുപോയി. ഇനി ചെന്ന് നോക്കണം ബാഗ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ തമ്പുരാനെ അവിടെ കണ്ടാൽ മതിയായിരുന്നു. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. എൻ്റെ മൈക്ക്, ഒരു മൈക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു പെയർ മൈക്ക് അതിൻ്റെ സെറ്റോട് കൂടി ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്. നോക്കട്ടെ എൻ്റെ തമ്പുരാനെ. സോറി, ആരൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാണ്. അയ്യോ ഭാഗ്യം, ബാഗ് അവിടെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ പിള്ളേർ കളിക്കുന്നു. അയ്യോ കിട്ടി, ഭാഗ്യം പോയില്ല. അയ്യോ ഗൈസ്, കുറേ നേരം നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ട്. ഇനിയിപ്പം എന്തെങ്കിലും ചായ കുടിക്കണം. ഇവിടെ അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വെയിലുണ്ട്, കപ്പി വെക്കാം. ഓക്കെ, നമുക്കിനി എന്തെങ്കിലും ചായ കുടിച്ചാലോടി. വാ, ചായ കുടിക്കാൻ പോവും. എന്നാ പറ്റി? പിന്നെ എന്തിനാ ഗൈസ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാട്ടോ. ഇവിടെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം ഓരോ ഷോപ്പുകളാണ്. ബർഗർ ഉണ്ട്, അവിടെ പിസ്സയുണ്ട്, അവിടെ ഗ്രീക്ക് ഓൺ എന്ന് പറഞ്ഞിട്ട്, ഗെറ്റ് യുവർ ഗ്രീക്ക് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ഇതിൽ ഗ്രീക്ക് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. താങ്ക് യു. എന്തായാലും കിട്ടിയതങ്ങ് കഴിക്കാം. നമുക്ക് ഒരു ചിക്കൻ ബർഗർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചീസും ഒക്കെ വെച്ചിട്ടൊരു ചിക്കൻ ബർഗർ നമുക്കത് കഴിക്കാം കേട്ടോ. സോസ് ഒഴിച്ചില്ല നമ്മള്. വാ, സോസ് നമുക്ക് തന്നെ കഴിക്കാം. സോസ് ഒഴിച്ചില്ല, സോസ് ഒഴിച്ചു തരാം. ഇത് ബാർബിക്യൂ സോസാണ്. ബാർബിക്യൂ സോസ് ഒന്നും ഞാൻ ഒഴിക്കണില്ല കേട്ടോ. ഞാൻ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. പിന്നെ ഇത് മയണൈസ്, കുറച്ച് മയണൈസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വിശന്ന്, നന്നായിട്ട് വിശന്നു. എടി, നിനക്ക് നല്ല പച്ചക്കറികൾ, കുറച്ച് പച്ചക്കറികൾ എനിക്ക് തരുമോ? എൻ്റെ ഉണ്ടായിരുന്ന പച്ചക്കറി താഴെ പോയി. എങ്ങനെയുണ്ട്? കുറച്ച് പച്ചക്കറി. അല്ലൂസിനെ ഫുഡ് കഴിപ്പിക്കുന്നതിൻ്റെ ബഹളത്തിലാണ് ഗൈസ്. അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ് നമ്മുടെ. ചിക്കൻ അല്ലൂസ, ചിക്കൻ ചിക്കൻ അവൻ കഴിക്കുന്നില്ല. ഗൈസ്, നമ്മളങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു തുലിപ് ഗാർഡൻ? അടിപൊളിയായിരുന്നു അല്ലേ? കുറേ സൂപ്പർ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഒരുപാട് നല്ല ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് നേരം കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു കാസിൽ ഉണ്ട് കേട്ടോ. ആ കാസിലേക്ക് പോകണം. പിന്നെ നമ്മുടെ ഷേക്സ്പിയർ ജനിച്ച സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തുലിപ് ഗാർഡനിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പം അമൃതയുടെ അങ്കിളിന്റെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ. അവരെല്ലാവരും അകത്തോട്ട് കയറിപ്പോയി. ചെറിയ തണുപ്പുണ്ട് കൊടുത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് കേട്ടോ അമൃതയുടെ, സുജയ് ചേട്ടന്റെ അങ്കിള്, ആന്റിയും കേട്ടോ. പിന്നെ അവരുടെ പിള്ളേരും ഉണ്ട് കേട്ടോ. ഒരാൾ അപ്പുറത്തേക്കും കൊണ്ട് പോയി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഇതുണ്ടാവും മൊത്തം അവർ തന്നതെല്ലാം കാലിയാക്കിയിട്ടുണ്ട്. പഴംപൊരി, എന്താ പറയാ, മിച്ചറ്, പിന്നെ കേക്ക്, ചായ, എല്ലാം കുറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിച്ചു. താങ്ക് യു സോ മച്ച് ആന്റി. താങ്ക് യു. ബൈ ബൈ. ഇനി പിന്നെ കാണാട്ടോ. ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഗൈസ്. നമ്മൾ ഇനിയിപ്പോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യാതൊരു പിടുത്തവും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്ലാൻ ഇതിനിടയ്ക്ക് നടന്നു. ആ തുലിപ് ഗാർഡനിൽ നിൽക്കുമ്പോ തന്നെ വലിയ വലിയ പ്ലാനുകളൊക്കെ ആയിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അമൃതയുടെ അങ്കിളിന്റെ ആന്റിയുടെ വീട്ടിൽ വന്നു. ഓക്കെ, അവിടെ ഇരുന്ന് എന്നാ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ച് അവിടെയും കുറെ പ്ലാനിങ് ഒക്കെ നടന്നു. അതും നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് വണ്ടിയിൽ ഇരുന്ന് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞോണ്ട് വന്നേക്കാണ് കേട്ടോ. ആൻമരി ഏകദേശം മടുത്തു കേട്ടോ. ഭയങ്കരമായിട്ട് മടുത്തല്ലേ? പക്ഷെ ഞാൻ മടുത്തോന്ന് ചോദിച്ചാൽ മടുത്തൊന്നുമില്ല. ഇങ്ങോട്ട് അമൃത വരുന്നുണ്ട് ഗൈസ്. കണ്ട, അമൃത മടുത്തിട്ടില്ല ഗൈസ്, എനർജറ്റിക്കാ.
അമൃത കണ്ട അമൃത ഇപ്പോഴും എനർജറ്റിക്കാ. അമൃതയുടെ ആങ്കിളിന്റെ ആന്റിയുടെയും വീട്ടിൽ നിന്ന് വന്നേ പിന്നെ അവള് ഭയങ്കര എമർജൻസി. അതെ, അതിന് മുമ്പ് അങ്ങോട്ട് പോകുന്നിടം വരെ വലിയ എനർജി ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നതിന് ശേഷം ആന്റിയോടൊന്ന് സംസാരിച്ചതിന് ശേഷം അവൾക്ക് ഭയങ്കര എനർജിയായി. ചെറിയ ചെറിയ സോപ്പിന്റെ അംശം ഉണ്ടാവും. ആണോ? എത്ര കഴിയാലും ഗൈസ്, നമ്മുടെ വണ്ടികളെല്ലാം സെൽഫ് സർവീസിൽ കഴിയുന്നതാണ് ഇവർ പറയുന്നത്. എന്നിട്ടൊന്നും ശരിയായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇനി തൊട്ട് സെൽഫ് സർവീസ് വേണ്ട. എത്ര പൗണ്ടിനാ നിങ്ങൾ കഴിക്കുന്നത് പറ? 4 പൗണ്ടിന് പോയി വണ്ടി കഴുകിട്ട് വന്നിട്ട് കുറ്റം പറയുന്ന. പൈസ കൊടുക്കണം, പൈസ ഇറക്കണം, എന്നാലും നല്ല ചില്ലു ഇല്ല, ചില്ലു പോലെ വണ്ടി ആവത്തുള്ളൂ. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം എങ്ങോട്ട് പോകണം. ഇതായിരിക്കുന്നു ആൻമേരി മടുത്തത് കൊണ്ട് അവൾ ഇറങ്ങില്ല. പക്ഷെ അമൃത ആന്റീനെ കണ്ടതിന് ശേഷം ഭയങ്കര എനർജറ്റിക് ആയതുകൊണ്ട് ഇതേ പുറത്തിറങ്ങി ഒന്ന് ഡിസൈഡ് നോക്കുവാ. കണ്ട തുള്ളുന്നു. ക്ഷീണം എന്ന് വെച്ചാ എന്നെ പറ്റി ഒരു ജ്യൂസ്, കുറച്ച് ജ്യൂസ് ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം ആൻമേരിക്ക്. ഓക്കെ ഗൈസ്, ഇനി വണ്ടി ഓടിക്കാൻ പോകുന്ന അമൃതയാണ്. എല്ലാരും മുറുക്കെ പിടിച്ചിട്ടില്ല. ഓടിക്കത്തില്ല. അവസാനം ബ്രേക്ക് ഏതെങ്കിലും ചവിട്ടിട്ട് വേണം ഇത് ഉരുണ്ട് പോവാന്. ഓക്കെ, ഇതിലേതാ ക്ലച്ച്? ABC അറിയല്ലേ? ചവിട്ടല്ലേ? പേടിയാ. ക്ലാസ്സിന് പോയതാ. ആണോ? അമൃതയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാന്ന് തോന്നുന്നു കേട്ടോ. എന്നാ നീ ഓടിച്ചോടി. ഗൈസ്, നമ്മളിവിടെ കോവൻട്രിയില് ഒരു പാർക്കിൽ ഇറങ്ങിട്ടോ. അത്യാവശ്യം കുറെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇത് എന്താണ് ഇവിടെ കാണാനുള്ളത് എന്നുള്ളത് എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്തായാലും നോക്കാം. എനിക്ക് കുറച്ച് തരാമോ? നല്ലതാണോ അത്? ചീസ് ആൻഡ് ഒനിയനാണ് ഞാൻ വാങ്ങിയത്. എന്താ എൻ്റെ സാധനം? കടയിൽ നിന്ന് വാങ്ങിയേ. എന്ത് പറയുന്ന പേരെന്നടി മറന്നുപോയല്ലോ. സ്പ്രിങ്കിൾസ്. ഇന്ന് ആരും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഉള്ള പാത്രം അതെ, അതിനകത്താണ് ഇരിക്കുന്നത്. അതില് അമൃത പറയുന്നു ഇതിനകത്ത് ബോട്ടിംഗ് ഉണ്ടെന്ന്. ഗൈസ് നോക്കട്ടെ. ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. മിനി ഗോൾഫ് ഉണ്ട്. ഹായ്, മിനി ഗോൾഫ് ഉണ്ട്. പോയാലോ? അറിയാവോ കളിക്കാൻ? എന്നാലും നമുക്ക് പോവാം. ഐസ്ക്രീം, സ്വീറ്റ്സ്, ക്യാൻറ്റീസും സ്ലഷും എല്ലാം ഒക്കെയുള്ള ഒരു ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫൺ പാസ്. ഹായ്, ഹൗ ആർ യു? ഹായ് രൂപി. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടർലയിലൊക്കെ ചെല്ലുന്ന ഒരു മിനി വണ്ടർല പോലെ എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. ഇതുണ്ട്, ഈ സൈഡിലും റൈഡ് ഉണ്ട്. ഇതുണ്ടോ? നിന്നെയാ കേറ്റാത്തത്. എന്നെ വേണേ കയറ്റി വേണേ അമൃതേനെ സൈഡിൽ കൂടെ. അപ്പൊ ഞാനോ? സോറി, പ്രായമുള്ളവർ പരിഗണിക്കാറില്ല. എന്നാ ഇവരെക്കാളൊക്കെ പ്രായക്കുറവായിരിക്കാണ്. മനസ്സിലാക്കണം. 1988 ജനിച്ചത്. അതെ, ഇവർക്ക് 2018 ജനിച്ചത്. ഞങ്ങൾ നിയർലി 2K കിഡ്സ് ആണ്. ടോപ്പ് അപ്പ് യുവർ ഫൺ പാസ്. ഇത് കണ്ടോ? ഇതിന് ഓരോ പൈസയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് നല്ല അടിപൊളി ഒരു പാർക്കാണ്. എൻജോയ്മെന്റ് ആണ്. കം ഓൺ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇത് കണ്ടോ? എത്ര മനോഹരമായ മരങ്ങളാണ് ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഞാൻ വേണേ ഇന്ന് കാണിക്കാൻ നടന്ന്. ഇല്ല അടി, ആരെങ്കിലും ഇതൊന്ന് പിടിച്ചോടി. അടി ഒന്ന് തോളത്തിടുവോടി. ഞങ്ങളുടെ ഡാൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പാവ ആൻമേരി കഷ്ടപ്പാടിലാണ്. എന്നാ പിടിക്കങ്ങോട്ട്. ഓക്കെ, ഇനി ഞാൻ ഫ്രീ ആയിട്ട് നടക്കാൻ അവളെ കൊണ്ടാ ഓടുന്ന. ഗൈസ്, ഇനി ഞാനും ആൻമേരിയും കൂടെ ഒരു റീൽ എടുക്കുന്നുണ്ട്. രാവിലെ അവിടുന്ന് പോരുന്നത് തൊട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതാണ് എന്ത് കളിക്കണം എന്ന്. അപ്പോൾ പെട്ടെന്ന് ഒരു കൊറിയോഗ്രാഫി ചെയ്ത് തന്നെത്താനെ സ്വന്തമായിട്ട് വല്ലവൻ്റെ നോക്കി കോപ്പി അടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്താടി, അതങ്ങ് യോജിക്കുന്നില്ലല്ലോ. പെട്ടെന്നൊരു കൊറിയോഗ്രാഫി ചെയ്ത് വല്ലവൻ്റെ നോക്കി കോപ്പി അടിക്കുക, അതങ്ങ് യോജിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ആ പെട്ടെന്നുള്ള കൊറിയോഗ്രാഫി ഒന്ന് മാറ്റി വെച്ചിട്ട് വല്ലവനെ നോക്കി കോപ്പി അടിക്കുന്നതിനെ ഹൈലൈറ്റ് ചെയ്യാം. യെസ് ഗൈസ്, അപ്പം നമ്മൾ ആരുടെയെങ്കിലും നോക്കി കോപ്പി അടിച്ച് പെട്ടെന്ന് സ്റ്റെപ്പ് പഠിക്കാമെന്ന് വിചാരിച്ച് ഒരു പാട്ടെടുത്തു. കുറച്ച്
നല്ല ഭംഗിയുണ്ട് കാണാൻ അവര് കളിക്കുന്നത്. അതെ, പക്ഷെ ഒന്ന് ചെറിയൊരു പ്രാക്ടീസ് ഒക്കെ വേണം, എന്നാലും നമുക്ക് ഉള്ള സമയം കൊണ്ട് തട്ടിക്കൂട്ടി ഒരു റീലും കൊണ്ട് എടുക്കുന്നുണ്ട്. ഒരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 സ്റ്റെപ്പ് ഇട്ട് നോക്കി, അത് ഞങ്ങൾ അവിടെ കൊണ്ട് ഡ്രോപ്പാക്കി. ഇപ്പോൾ അവർ കുറേ അങ്ങ് കയറിപ്പോയിട്ടോ. അവിടെ എന്തോ ലേക്കോ എന്തോ വെള്ളമോ ചാട്ടോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചു. നേരെ ഞങ്ങൾ അങ്ങോട്ട് പോകണം കേട്ടോ. ഗൈസ് ഇതേണ്ട ഗൈസ്, ഒരു ചെറിയൊരു ലേക്കാണ് കേട്ടോ ഇത്. ഹായ്, അവിടെ അരയന്നത്തിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, എവിടെ ഏട്ടായി അരയന്നത്തിൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടോ ഏട്ടായി? ഗൈസ് അരയന്നത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നു. ഞാൻ വീഡിയോ തിരിച്ചാണ്. ഇതുണ്ടോ, ഈ ഒരു ലേക്കിൽ അരയനും അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉണ്ടോ, നല്ല രസം കേട്ടോ കാണാൻ. അയ്യോ, കണ്ട് 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 കണ്ട്. അതെ 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 അതെ, ഒരു സൗണ്ട് കൊണ്ട് പോലും അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുതെന്നാ. അമൃത അല്ല, ഞാൻമേരി വാടി. ഇതുണ്ടോ ഗൈസ്, ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് കേട്ടോ ഈ പാർക്കിലെ. ഇതിന്റെ മേൽക്കൂര ഉണ്ടോ, എന്തോ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ മേഞ്ഞിരിക്കുകയാണ്. ഇത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്? എന്തോ ഒരു പുല്ലാണോ ഇത്? ഓ റിയലി, ഈറയാ? ഗൈസ് നമ്മൾ വണ്ടിയിൽ തിരിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ കവൻട്രിയിലുള്ള കേരള കഫേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടോ. വെൽക്കം ടു കവൻട്രി. യെസ്, അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ് കേരള കഫേ. നമുക്ക് നോക്കാം ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിശന്നിട്ട് വെള്ള നല്ല മുടിഞ്ഞ തണുപ്പുണ്ട് കേട്ടോ. ഇതാണോ സമ്മർ സീസൺ എന്ന് എനിക്കൊരു ഡൗട്ട്. ബാവാ യെസ്, അപ്പം നമുക്ക് കയറാവേ. കേട്ടോ, നാട്ടിലുള്ള പോലെ ഭരണിക്കാത്ത മിഠായി. അതെന്താ ചേട്ടാ? മനസ്സിലായി, മടക്ക് മടക്ക് മടക്ക്. ചേട്ടാ നമ്മുടെ കേരള കഫേ തുടങ്ങിയിട്ട് 1 വർഷമായി. വേറെ എവിടെ കണ്ട് നമുക്ക്? ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു പ്രോപ്പർ ഡൈനിങ് റെസ്റ്റോറന്റ് ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട് 5-6 മാസത്തിനകത്ത്. ഓക്കെ, ഞങ്ങളിവിടെ അല്ല, ഞങ്ങൾ ഗ്ലോസ്റ്റർഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ജസ്റ്റ് നമ്മുടെ തുലിപ് ഗാർഡനില്ലേ, അവിടെ വന്നതായിരുന്നു. അപ്പം അങ്ങനെ അങ്ങ് കറങ്ങി സെർച്ച് ചെയ്തേക്ക് പോകുന്നതാണ്. ഗൈസ് ഞങ്ങളിവിടെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ സീറ്റ് കിട്ടിയത്. ഭയങ്കര അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ ഈ സീറ്റ് കിട്ടിയത്. പിന്നെ മെനു കിട്ടിക്കഴിഞ്ഞപ്പോൾ അധികം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ചട്ടിച്ചോറ് തന്നെ ഞാൻ ഓർഡർ ചെയ്തു. UK വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചട്ടിച്ചോറ് കഴിക്കുന്നത്. അത് നല്ല ഗംഭീര ടേസ്റ്റിൽ. എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവർക്ക് സീറ്റിംഗ് കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു. കാരണം അത്രയ്ക്ക് തിരക്കാണ്, ആളുകൾ ഇപ്പോഴും ക്യൂ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കഴിച്ചത്. എൻ്റെ കൈയൊക്കെ കിട്ടുകൂടാ ഉറക്കുകയാണ്. അപ്പം നമുക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇടാം. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. പരിപാടികളെല്ലാം കഴിഞ്ഞു ഇന്നത്തെ. ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ചു പോന്നപ്പോൾ ആക്ച്വലി ഒരു അഡ്വഞ്ചറസ് ജേർണി തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്കും വഴി തെറ്റി, അമൃതയ്ക്കും അവർ വേറെ വണ്ടിയിലായിരുന്നു, അവർക്കും ഇടയ്ക്കൊന്നും വഴി തെറ്റി. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന റൂട്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ അവർ വഴി തെറ്റി. എനിവേ എങ്ങനെയൊക്കെയോ സൈഡ് വഴിയൊക്കെ കയറി അവർ ഞങ്ങളുടെ ഫ്രണ്ടിലെത്തി. അവർ ഞങ്ങളുടെ ഒരു 14 മൈൽ അവർ ഞങ്ങളുടെ ഫ്രണ്ടിലായിരുന്നു. അതിനിടയ്ക്ക് അല്ലൂസിന് വയ്യാണ്ട് വന്നു. അവൻ ഭയങ്കര കരച്ചിൽ, ശരിക്കും എന്തോ വേദന എടുത്തിട്ട് കരയുന്ന പോലെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അടുത്തുള്ള അവിടെ എങ്ങും നമുക്ക് ഈ മോട്ടോർ വേ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് വണ്ടി നിർത്താനോ ഒന്നും പറ്റത്തില്ലല്ലോ. ഒത്തിരി ടെൻഷൻ അടിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഇവന് ഒട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അവൻ കണ്ണും വായൊക്കെ പൊത്തിയിട്ടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പം അത്രയും നേരം അവനങ്ങനെ കരഞ്ഞ് എന്തോ വേദന എടുത്തിട്ടാണ് ചെവിക്ക്. എനിക്ക് തോന്നുന്നു തണുപ്പ് ഈ സമ്മർ സീസൺ ആണെന്ന് കരുതിയിട്ടാണ് ശരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്ന് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചെവിയിൽ കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു അവന് ചെവി വേദന പോലെയാണ് ഫീൽ ചെയ്തത്. വന്ന് ഐബോപ്രൂഫിനും കാര്യങ്ങളെല്ലാം വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവനൊന്ന് സെറ്റിലായത്. അതുകൊണ്ട് അതിനിടയ്ക്കൊന്നും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ വീഡിയോയുടെ കാര്യം പിന്നെ ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസോ അങ്ങനെയൊന്നും എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അതൊന്നും ഒന്നിനൊരു മനസ്സ് തോന്നിയില്ല.
യാ അങ്ങനെ നമ്മൾ കുറച്ച് ട്രാജഡിക്ക് എന്താ പറയുക ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം അലിസ് സെറ്റിലായി, കുഴപ്പമൊന്നുമില്ല. അവന് ഏകദേശം വേദനയൊക്കെ മാറി ഇപ്പോൾ വന്ന് ആൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.